റീസെൻ്റ്ലി എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് അതിന് മാത്രം നോളേജ് ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അതിന് മാത്രം ഹെൽപ്പ് എടുക്കുന്ന ഒരാളാണ്. മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ അയാൾക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ അയാൾ സ്റ്റക്കായി പോവാണ്. ഹി ഈസ് നോട്ട് ഏബിൾ ടു ഇൻവെസ്റ്റ് മോർ മണി. ആൾക്ക് റിട്ടേൺ ഇല്ലാത്ത ഒരാളല്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പീൽ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മണി ഏൺ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സക്സസ്ഫുൾ ആയിരിക്കും. സക്സസ്ഫുൾ ആയി എങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് പോവും. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ അഹങ്കാരി എന്ന് ടാഗ് ചെയ്യപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, അഹങ്കാരിയാൽ എന്താ പ്രശ്നം ചോദിച്ചു. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫീലിങ്ങിലാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കില്ല. കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് സക്സസ്ഫുൾ നമുക്ക് പേടിയാണ്, മണി റിസ്ക് ആണെന്നൊക്കെ ഉള്ള തോട്ട്സ് ആയിരിക്കും. പക്ഷെ സബ് കോൺഷ്യസ്ലി ഏതോ ഒരു ഏജിൽ ഈ കുഞ്ഞ് കൺക്ലൂഷൻ എടുത്തിട്ടുണ്ട് ഫ്രം ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ദാറ്റ് ഞാൻ സക്സസ്ഫുള്ളായി മണി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അഹങ്കാരിയാവും, അഹങ്കാരിയായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയെ സ്നേഹിക്കില്ല. അങ്ങനെയുള്ളൊരു കുഞ്ഞ് അഡൾട്ട് ആകുമ്പോൾ മണി എന്ന് പറയുമ്പോൾ റിസ്ക് എടുക്കും ഒരിക്കലും ഇല്ല.